ശ്രീജിത്ത് ജലന്ധറിലാണല്ലോ. ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? നമസ്കാരം. പറഞ്ഞോളൂ. ഇപ്പോഴുള്ള സാഹചര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഒരു ടെൻഷനിൽ ഉള്ളത്. ഇന്നലെ രാത്രി നല്ല ഇതുണ്ടായിരുന്നു, അറ്റാക്ക് ഉണ്ടായിരുന്നു ഇവിടെ ജലന്ധർ, പ്രത്യേകിച്ച് ജലന്ധർ ഏരിയയിൽ. ഒന്നാമത്തെ ആർമി ക്യാമ്പ് ഉള്ളത് അതുകൊണ്ടായിരിക്കാം ഇന്നത്തെ രാത്രി നല്ല അറ്റാക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ നല്ല പ്രത്യേകമൊന്നും നടത്തിയതുകൊണ്ട് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. ഇന്നലെ ബ്ലാക്ക് ഔട്ട് ആയിരുന്നോ? എല്ലാവരും വീടുകൾക്കകത്ത് തന്നെ കഴിയേണ്ടി വന്നോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഞങ്ങളൊക്കെ 9 മണി മുതൽ 2 മണി വരെ ഇവിടെ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. അതുവരെ എല്ലാവരും നല്ല, ഇപ്പോഴും എല്ലാവരും കുറച്ചൊരു ടെൻഷൻ തന്നെ ഉള്ളത്. ഇവിടെ ലവ്ലി പ്രൊഫഷണൽ കോളേജുണ്ട്, ഒത്തിരി മലയാളി കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. അവിടെയുള്ള കുട്ടികളൊക്കെ ഇപ്പൊ നാട്ടിലൊക്കെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും നാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന പാരന്റ്സ് ഒക്കെ അവിടെ പാനിക്കായിട്ട്. സ്ഥലമാണ് ജയ്പൂർ ആണെങ്കിലും ഈ അങ്ങ് സംസാരിക്കുന്ന ജലന്ധർ ആണെങ്കിലും ഒക്കെ നിരവധി മലയാളികൾ വർഷങ്ങളായി താമസിക്കുന്ന ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായാണോ? എത്ര നാളായി അവിടെ അങ്ങുണ്ട്? തീർച്ചയായിട്ടും ഞാൻ 24 വർഷമായി ജലന്ധറിൽ. ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ബോർഡറിലുണ്ടെങ്കിലും ഇതുവരെ ഞങ്ങൾക്ക് ആദ്യത്തെ അനുഭവമാണ് ജലന്ധറിൽ ഇതുവരെ താമസിച്ചിട്ട്. ഇന്ന് രാത്രി ശരിക്കും പേടിച്ചു പോയിരുന്നു കാര്യങ്ങൾ കണ്ടപ്പോൾ.